അളവറ്റ ദയാപരനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവണ്ണം ഭയപ്പെടുവിൻ. മുസ്ലിങ്ങളായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾ മരണം സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ചു ദൈവിക പാശത്തെ, ദൈവിക മാർഗത്തെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അള്ളാഹു നിങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ പരസ്പരം വൈരികളായിരുന്നു. അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം രഞ്ജിപ്പിച്ചു, ഇണക്കിപ്പിച്ചു. അങ്ങനെ അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു. നിങ്ങളോ ഒരഗ്നികുണ്ഡത്തിൻ്റെ തെല്ലിലായിരുന്നു. അതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇவ்விധം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇത് അടയാളങ്ങളിലൂടെ നിങ്ങൾ മോക്ഷത്തിൻ്റെ ശരിയായ മാർഗം കണ്ടെത്തിയെങ്കിലോ. പുണ്യത്തിലേക്ക് ക്ഷണിക്കുകയും ധർമ്മശാസനം നടത്തുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ ദൗത്യം നിർവഹിക്കുന്നവരാരോ അവരാകുന്നു മോക്ഷം പ്രാപിക്കുന്നവർ. സുവ്യക്തമായ മാർഗദർശനങ്ങൾ ലഭിച്ചതിനു ശേഷം ഭിന്നിച്ച് വിവിധ കക്ഷികളായവരെപ്പോലെ നിങ്ങൾ ആവരുത്. ഈ നിലപാട് സ്വീകരിച്ചവർക്ക് ചില മുഖങ്ങൾ പ്രസന്നമാവുകയും മറ്റു ചില മുഖങ്ങൾ ഇരുണ്ടുപോവുകയും ചെയ്യുന്ന ആ ഭയങ്കര നാളിൽ ഘോരമായ ശിക്ഷയുണ്ട്. അന്ന് മുഖം ഇരുണ്ടവരോട് പറയപ്പെടും, സത്യവിശ്വാസം കൈക്കൊള്ളാനുള്ള അനുഗ്രഹം സിദ്ധിച്ച ശേഷവും നിങ്ങൾ നിഷേധത്തെ അവലംബിച്ചില്ലേ? ശരി, ആ അനുഗ്രഹ നിഷേധത്തിൻ്റെ പ്രതിഫലമായി ഇപ്പോൾ ശിക്ഷയനുഭവിച്ചു കൊള്ളുക. എന്നാൽ മുഖം പ്രസന്നമായവരോ, അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഇടം ലഭിക്കുന്നു. അവർ സദാ ഇതേ അവസ്ഥയിലായിരിക്കും. ഇതൊക്കെയും നിങ്ങളെ നാം യഥാവിധം കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക സൂക്തങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകരോട് അനീതി ചെയ്യുവാൻ അള്ളാഹുവിന് യാതൊരു താൽപ്പര്യവുമില്ല. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളെയും ഉടമ അള്ളാഹു ആകുന്നു. സകല സംഗതികളും അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ തന്നെ സമർപ്പിക്കപ്പെടേണ്ടതുമാകുന്നു. ഇപ്പോൾ ലോകത്ത് മനുഷ്യരുടെ മാർഗദർശനത്തിനും സംസ്കരണത്തിനുമായി രംഗപ്രവേശനം ചെയ്യിക്കപ്പെട്ട ഉത്തമ സമൂഹം നിങ്ങളാകുന്നു. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വേദവാഹകരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഗുണമായിരുന്നു. അവരിൽ ചില ആളുകൾ വിശ്വാസികളായി ഉണ്ട്, പക്ഷേ അധികമാരും ധിക്കാരികളാകുന്നു. നിങ്ങൾക്കോരോ ദോഷവും ചെയ്യാൻ അവർക്കാവില്ല. കവിഞ്ഞാൽ കുറച്ച് ശല്യപ്പെടുത്തുന്നതല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞ് ഓടിക്കളയും. എന്നിട്ടവർ എവിടെയും ആശ്രയം ലഭിക്കാത്ത നിസ്സഹായരായിത്തീരുന്നു. എവിടെ കാണപ്പെട്ടാലും അവരിൽ ഹീനത മുദ്രിതരായിട്ടുണ്ടായിരിക്കും. അള്ളാഹുവിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർക്ക് വല്ല അവലംബവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഗതി വേറെ. അവർ അള്ളാഹുവിൻ്റെ കോപത്തിൽ വീണു കഴിഞ്ഞിരിക്കുന്നു. ദീനതയാലും നിർഗതിയാലും അവർ കീഴടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നതിലാലത്രേ ഇതൊക്കെയും ഉണ്ടായത്. ഇത് അവരുടെ ധിക്കാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും പരിണതഫലമാകുന്നു. എന്നാൽ വേദവിശ്വാസികളെല്ലാവരും ഒരുപോലെയല്ല. സന്മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം അവരിലുണ്ട്. അവർ നിശാവേളകളിൽ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യുകയും അവൻ്റെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു. ധർമ്മ അനുശാസിക്കുന്നു, അധർമ്മം നിരോധിക്കുന്നു, സുഹൃതങ്ങളിൽ ഉത്സുകരാവുകയും ചെയ്യുന്നു. അവർ സജ്ജനങ്ങളാകുന്നു. അവർ ചെയ്യുന്ന ഓരോ നന്മയും വിലമതിക്കപ്പെടാതിരിക്കുകയില്ല. അള്ളാഹു ഭക്തജനങ്ങളെ നന്നായി അറിയുന്നവനാണല്ലോ. എന്നാൽ സത്യനിഷേധികളായവരോ അവരുടെ സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ അള്ളാഹുവിൽ അവർക്കൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. അവർ നരകത്തിൽ പോകുന്നതാകുന്നു. അതിലവർ ചിരവാസികളുമാകുന്നു. ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിൻ്റെ
ഉപമ അതിശൈത്യമുള്ള ഒരു കാറ്റിൻ്റേതാകുന്നു. അത് തങ്ങളിൽ തന്നെ അക്രമം പ്രവർത്തിച്ച ഒരു ജനത്തിൻ്റെ കൃഷിയിടത്തെ ബാധിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു അവരെ ദ്രോഹിച്ചിട്ടില്ല, പക്ഷേ അവർ സ്വയം തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ വിശ്വാസികളെ, നിങ്ങളിൽപ്പെട്ടവരെയല്ലാതെ നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരായ ആരുണ്ട്? നിങ്ങളുടെ ന്യൂനതകളെ ചൂഷണം ചെയ്യാൻ ലഭിക്കുന്ന അവസരവും അവർ പാഴാക്കുന്നതല്ല. നിങ്ങൾക്ക് ഹാനികരമായതെന്തും അവർ പ്രിയങ്കരമാകുന്നു. അവരുടെ മനസ്സിലെ വിദ്വേഷം വായകളിലൂടെ പ്രകടമായിട്ടുണ്ട്. അവരുടെ മാറിടങ്ങളിൽ ഒളിച്ചുവെച്ചിട്ടുള്ളത്, ഹൃദയങ്ങളിൽ ഒളിച്ചുവെച്ചിട്ടുള്ളത് അതേക്കാൾ ഭയങ്കരമത്രേ. സ്പഷ്ടമായ നിർദ്ദേശങ്ങൾ നാം നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. നിങ്ങൾ അക്കൂട്ടരെ സ്നേഹിക്കുന്നു, അവരോ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങളാവട്ടെ സകല വേദങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നു, നിങ്ങളുടെ ദൈവദൂതനിലും വേദത്തിലും ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. പിരിഞ്ഞുപോയി കഴിഞ്ഞാലോ നിങ്ങളോടുള്ള വിദ്വേഷത്താൽ അവർ വിരലുകൾ കടിക്കുകയായി. അവരോട് പറയുക, നിങ്ങളുടെ ദേഷ്യത്തിൽ സ്വയം നീറി മരിച്ചുകൊള്ളുക. ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ അള്ളാഹു സുവ്യക്തമായി അറിയുന്നുണ്ട്. നിങ്ങൾക്കൊരു നന്മ ഭവിച്ചാൽ അവർക്ക് ഖേദം തോന്നുന്നു. നിങ്ങൾക്കൊരു ദോഷം പിണഞ്ഞാലോ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ ദൈവഭക്തിയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഏശുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നതിലെല്ലാം അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു. ഓ പ്രവാചകരെ, ആ സന്ദർഭം മുസ്ലിങ്ങളെ ഒന്ന് അനുസ്മരിപ്പിക്കുക. താങ്കൾ സ്വകുടുംബത്തിൽ നിന്ന് പുലർക്കാലത്തുള്ള ഇറങ്ങിത്തിരിക്കുകയും വിശ്വാസികളെ യുദ്ധത്തിനായി ഉഹുദ് മൈതാനത്ത് അവരവരുടെ സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും ചെയ്ത സംഭവം. അള്ളാഹു സകലവും കേൾക്കുന്നവനും അത്യന്തികമായ അറിവുള്ളവനുമല്ലോ. നിങ്ങളിൽ 2 കൂട്ടർ ഭീരുത്വം കാണിക്കാൻ ഒരുമ്പെട്ടതോർക്കുക. അവരെ സഹായിക്കാൻ അള്ളാഹു തയ്യാറായിട്ടുണ്ടായിരിക്കെ വിശ്വാസികൾ അള്ളാഹുവിൽ തന്നെ ഭരമേൽപ്പിക്കേണ്ടതാകുന്നു. അതിനു മുമ്പ് ബദറിലും അള്ളാഹു നിങ്ങളെ തുണച്ചിട്ടുണ്ടല്ലോ. അന്ന് നിങ്ങൾ തീരെ ദുർബലമായിരുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതിനെ സൂക്ഷിക്കുക. അതുവഴി നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. പ്ലീസ് subscribe my channel. Thank you for watching.